ഹലോ, ഇന്ന് വെള്ളിയാഴ്ചയല്ല. അപ്പോൾ മുടിയും താടിയൊക്കെ ഒന്ന് വെട്ടാമെന്നുള്ള പ്ലാനിങ്ങിലാണ്. അങ്ങനെ ആ മെഷീൻ കുറേ ആയി ഉപയോഗിച്ചിട്ട്. പിന്നെ ഇത് ഞാൻ മേടിച്ച മെഷീൻ എന്ന് പറഞ്ഞാൽ വാളുകാരുടെ കമ്പനിയാണ് കേട്ടോ. നല്ല കമ്പനിയാണത്. 2 വർഷമായി ഏകദേശം. അപ്പോൾ ഫസ്റ്റ് നമ്മളെന്താ വെച്ചാൽ സീറോയിലാണ് നമ്മൾ അടിക്കാൻ ഉദ്ദേശിക്കുന്നത്. സീറോയിൽ അടിച്ചു കഴിഞ്ഞാൽ സീറോ ഇട്ടിട്ട് അടിക്കേണ്ട ഫസ്റ്റ്. അപ്പോൾ സീറോ അടിക്കുമ്പോൾ ക്യാമറ പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൻ്റെതായ കുറച്ച് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സൈഡൊക്കെ ഏകദേശം കറക്റ്റാണ്. ഇനി മുകളിലോട്ട് നമ്മൾ 1 ഇടട്ടോ. 1 പിന്നെ 2 അങ്ങനെ ഇട്ടിട്ട് സൈഡിൽ അങ്ങനെ ചെയ്താൽ മതി. ഏകദേശം ഏകദേശം കറക്റ്റായിട്ട് വരും. ഇപ്പോൾ നമ്മൾ മുകളിലോട്ടൊക്കെ നമുക്ക് ഇനി 1 അടിക്കണം. 1 അടിച്ച് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് എന്ത് ചെയ്യും, 1 ഇട്ട് അടിച്ച് ഞാൻ അപ്പോൾ 1 ഇട്ട് അടിച്ച ശേഷം ഈ ഒരു ഭാഗമാണ് ഇത് അല്ല ഇങ്ങനെ വരുന്നത്. ഓക്കെ, 1 കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഇനി വേറോട്ടാണ് മീശിൻ്റെ ഭാഗമൊക്കെ നിൽക്കില്ല. മീശൊന്നും ഇല്ല നമുക്ക്. ഭയങ്കര ബുദ്ധിമുട്ടാട്ടെ വീഡിയോ എടുക്കുന്നത്. കാരണം വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറയണ്ടോ. താടിയിൽ ലൈന് വരയ്ക്കും. നമ്മളിങ്ങനെയാലും ബാർബർ ഷോപ്പിൽ നിന്ന് ചെയ്യുന്നൊരു പെർഫെക്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. കാരണം നമ്മൾ അത്ര എക്സ്പീരിയൻസ് ഒന്നുമല്ല. എന്നാലും നമുക്ക് ഒരു മെഷീൻ ഉണ്ടെങ്കിൽ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയുള്ളൂ. അപ്പോൾ ടൈമായി, പള്ളിയിൽ പോകണം, കുറച്ച് സ്പീഡിൽ ചെയ്യാം. ശേഷം ഇവിടെ ക്ലിയറാണ്. സൈഡ് മാത്രം ചെയ്യാൻ മതി. നമുക്കത്ര വലിയ മീശം ചെയ്യാത്ത കാരണം വലിയ പണിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും കുറച്ചൊരു ഇത് വേണ്ട. ആ ഒരു ഇതിനാണ് ചെയ്തത്. ഇപ്പോൾ നമുക്ക് തന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് ഫസ്റ്റിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പെട്ടെന്നൊന്നും ആവില്ല. പക്ഷെ കുഴപ്പമില്ല തോന്നുന്നില്ല. കുഴപ്പമില്ല, ചെറുതായിട്ടുണ്ട് ഈ ഭാഗത്ത്. ഓക്കെ, ആ ഭാഗം ക്ലിയറായി. പിന്നെ ഈ സൈഡിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. മുകളിൽ ഓർമ്മ തിരികത്തുമ്പോൾ തട്ടാതെ പ്രാവശ്യം തിരികത്തിലൊക്കെ തട്ടിയതാണ്. അപ്പോൾ ആ ഭാഗം കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം കുഴപ്പമില്ല. കാണുമ്പോൾ തന്നെ വലിയ കുഴപ്പമില്ല അല്ലേ? വലിയ കുഴപ്പമില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻ്റ് അടിക്കണേ. പിന്നെ കഴുകി വെക്കണം കേട്ടോ. മസ്റ്റായിട്ട് കഴുകി വാഷ് ചെയ്ത് വെക്കണം. വാഷ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം നല്ല ക്ലീൻ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു ഇതുണ്ടല്ലോ, അതിൽ ഇരുമ്പ് ഇത് പിടിച്ചു കച്ചറാവും. പിന്നെ നല്ല ക്ലീൻ ചെയ്ത് വെക്കുക. എനിക്ക് നല്ല ഇതാണ് ക്ലീൻ ചെയ്യൽ. അപ്പോൾ അങ്ങനെ താടിയുടെ വർക്ക് കഴിഞ്ഞു. താടിയും മുടിയും കഴിഞ്ഞു. അത്യാവശ്യം കുഴപ്പമില്ല തോന്നുന്നുണ്ട്. ക്ലിയർ കിട്ടുന്നില്ല. കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെവലിലായിട്ടുണ്ട്. ഇനി അടുത്തത് കുളിയാണ്. അപ്പം ഒന്ന് പള്ളിയിൽ പോകണ്ടല്ലോ. അപ്പോൾ ഏത് ഡ്രസ്സായിട്ട് ഏതാണെങ്കിലും കുഴപ്പമില്ല. എനിക്കിഷ്ടം ബ്ലാക്കും തുണിയാവാം. അതാകുമ്പോൾ കുറച്ചും കൂടി ഒരു നല്ലൊരിതാണ്. അപ്പോൾ തുണി ബ്ലാക്ക്, ഷർട്ട് നല്ലൊരു കോമ്പിനേഷൻ അല്ലേ. പിന്നെ വാച്ച് ഏതെടുക്കുക? 3 വാച്ചുണ്ട്. ഈ വാച്ചിൽ എനിക്കിഷ്ടപ്പെട്ട വാച്ച് ഇങ്ങനത്തെ ഒരു തുണിയിലേക്ക് ആകുമ്പോൾ ഞാൻ കറുപ്പാണ് ഉപയോഗിക്കുമ്പോൾ കറുപ്പ് വാച്ചാണ് ഉപയോഗിക്കുക. കറുപ്പ് വാച്ച്. പിന്നെ പേഴ്സ്. കാശൊന്നുമില്ല, എന്നാലും പേഴ്സ് ഇരിക്കട്ടെ. അപ്പോൾ ഇതാണ് നമ്മൾ ഡ്രസ്സ് ഇട്ടന്നത്തെ. മുടിയൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റായി ഉഷാറായി. ബാക്കൊന്നും കുഴപ്പമില്ല അല്ലേ. ചെറുതായിട്ട് രീതി അടിച്ച മാതിരിയൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞേ. ഒറ്റക്ക് കട്ട് ചെയ്യുന്ന ഇതേപോലെ ആരെങ്കിലും ഒറ്റക്ക് കട്ട് ചെയ്യുന്ന വ്യക്തികളുണ്ടെന്ന് കമൻ്റ് അടിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഡ്രസ്സൊക്കെ മാറി. ബനിയിടും നല്ലതാണ്. കാരണം നമുക്ക് വിയർപ്പിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ബനിയെല്ലാം കണ്ട് സെറ്റാവും. പിന്നെ അതേപോലെ തന്നെ കുറച്ച് ലൂസുള്ള ഷർട്ടാണ്. ഇതൊരാൾ ഗിഫ്റ്റ് തന്ന ഷർട്ടാണ്. ഷർട്ടും തുണിയൊക്കെ നമുക്ക് ഒരാൾ ഗിഫ്റ്റ് തന്നതാണ്. ചില നമ്മളുടെ വേണ്ടപ്പെട്ട ആൾക്കാർ ഗിഫ്റ്റ് തന്നതാണ്. കുഴപ്പമില്ല, ഏകദേശം കുഴപ്പമില്ല. കുറച്ച് ലൂസാണെന്നാലും കുഴപ്പമില്ല. കാരണം തടിയൊന്ന് കുറച്ചപ്പോൾ കുറച്ചൊരു ഇതായി. വാച്ചതിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി മാച്ചുണ്ട് അല്ലേ. പക്ഷെ എൻ്റെ കുളത്തൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. കയ്യിൽ കെട്ടുമ്പോൾ ടിസോട്ടിൻ്റെ വാച്ചാണ്. അത്യാവശ്യം വില ഉള്ളതാണ്. അപ്പോൾ സോളിൻ്റെ സ്പ്രേ ആണ്. അതിൻ്റെ സ്മെല്ല് വേറെ തന്നെ കേട്ടോ. സോളിൻ്റെ അതിന് തന്നെയാണ് ഇത് ഒരുവിധം എല്ലാവരും ഇത് തന്നെയാണ് ഉപയോഗിക്കുക. കുറേ ലാസ്റ്റിക്കായിട്ട് നമുക്ക് ഇതിൻ്റെ സ്മെല്ല് നിൽക്കും. അങ്ങനെ നമ്മളുടെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞു. തുണി മടക്കുത്താൻ എനിക്ക് അറിയില്ല എന്ന് കുറേ ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ എല്ലാവരോടും ജുമാ മുബാറക്ക് പറഞ്ഞുകൊണ്ട് അപ്പോൾ പള്ളിയിൽ പോയിട്ട് വരാം. അപ്പോൾ എല്ലാവരോടും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.